നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ്. നമ്മുടെ സംസ്ഥാനത്ത് കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന എല്ലാ ആളുകളും കാണുക. 10,000 രൂപയിലേക്കൊക്കെ എത്തുകയാണ് തുക. 6,000 രൂപയൊക്കെ മറന്നേക്കൂ. ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് 2024 ആദ്യത്തെ അറിയിപ്പ് കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം. പ്രത്യേകിച്ച് കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അവരോട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവർക്ക് കൂടി ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് കടക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. വിശദമായിട്ടുള്ള അറിയിപ്പിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തരുന്നുണ്ട്. ഇതിൽ പല ആനുകൂല്യങ്ങളും പല സമയങ്ങളിലും നിർത്തിപ്പോകാറുണ്ട്. പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായുള്ള ഒരു പദ്ധതി ആനുകൂല്യമാണ് 2,000 രൂപ വീതം 4 മാസം കൂടുമ്പോൾ ലഭിക്കുന്ന കിസാൻ സമ്മാൻ നിധി പദ്ധതി. ഈ ഒരു പദ്ധതി പ്രകാരം നമ്മുടെ കേരളത്തിൽ തന്നെ 25 ലക്ഷത്തോളം ആളുകൾക്കാണ് ഈ ഒരു ആനുകൂല്യം, ഈ ഒരു 6,000 രൂപ വിതരണം ചെയ്യുന്നത്. പ്രതിവർഷം 6,000 രൂപയാണ് വിതരണം ചെയ്യുന്നത്. പക്ഷേ BJPയുടെ ദേശീയ അധ്യക്ഷനായ JB നദ്ദ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ ഒരു തുക വർദ്ധിപ്പിക്കും, വലിയ രീതിയിൽ തന്നെ വർദ്ധിപ്പിക്കും. അത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആശ്വാസം നൽകുന്ന രീതിയിലേക്ക് എത്തിക്കും എന്നുള്ളൊരു കാര്യം BJPയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ പറയുകയും ഇതിനെ പിന്താങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ ഇതേ മറുപടി, ഇതേ അഭിപ്രായം തന്നെ അറിയിച്ചുകൊണ്ട് മറ്റു പലരും വരികയും ചെയ്തു. 2024 ലോക്സഭ ഇലക്ഷന് മുമ്പാകെ ഈ ഒരു പ്രഖ്യാപനം വളരെ വലിയ രീതിയിൽ തന്നെ എത്തിക്കുവാനുള്ള ഒരു നടപടികളിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പോകുന്നത്. പ്രത്യേകിച്ച് 10,000 രൂപയിലേക്ക് വരെ തുക എത്തിക്കാൻ, 8,000 അല്ലെങ്കിൽ 10,000 ഈ രണ്ട് കണക്കായിരിക്കും. 8,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപയിലേക്ക് തുക എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപടികൾ ആലോചിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. നമുക്കറിയാം, ക്ഷേമ പെൻഷൻ തുകകൾ മുടങ്ങുന്ന പോലെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങൾ നാളിതുവരെയായി മുടങ്ങിയിട്ടില്ല എന്നുള്ളൊരു കാര്യം. സാങ്കേതിക കാരണങ്ങളാൽ KYC ചെയ്യാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ ലാൻഡ് സീഡിംഗ് നടത്താത്തതിന്റെ പേരിൽ ആളുകൾക്ക് തുക മുടങ്ങിയതല്ലാതെ പദ്ധതിയിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരാനും ശ്രമിക്കുകയും അതുപോലെ തന്നെ കുടിശ്ശികയായിട്ട് 1 രൂപ പോലും ഇല്ലാത്ത അവസ്ഥയുമാണ്. ആർക്കും കുടിശ്ശിക ഇനത്തിലൊന്നും ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചു വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു തുക വർദ്ധിപ്പിക്കുമ്പോൾ ഏകദേശം 10,000 രൂപയിലേക്ക് ഒക്കെ എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു വർഷം 5 ഗഡുക്കൾ 2,000 രൂപ വീതം ലഭിക്കുവാനോ അല്ലെങ്കിൽ 4 ഗഡുക്കൾ 2,500 രൂപ വീതം നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുവാനോ ആയിരിക്കും കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുക. ഇതിന്റെ നടപടികളൊക്കെ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തുതന്നെയായാലും 2024 ആദ്യത്തെ ഏറ്റവും വലിയ ഒരു അറിയിപ്പ് തന്നെയാണിത്. കിസാൻ സമ്മാൻ നിധി തുക വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം 100% തന്നെ ഉറപ്പായിരിക്കുന്ന ഒരു സാഹചര്യം. 10,000 രൂപ അല്ലെങ്കിൽ 8,000 രൂപ ആയിരിക്കും. പക്ഷേ ഏത് രീതിയിലായിരിക്കും, 2,000 രൂപ വീതമാണോ 2,500 രൂപ വീതമാണോ എന്നുള്ളത് മാത്രം ഇനി നമുക്ക് അറിയുവാനുള്ളൂ. ഇതും വരും ദിവസങ്ങളിൽ തന്നെ ഔദ്യോഗികമായിട്ട് അറിയിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. എന്തിനായാലും പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ്. ഈ ഒരു കാര്യം പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.